എല്ലാവർക്കും സ്നേഹ നമസ്കാരം. കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ തന്നെ മറുഭാഗത്ത് നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും ഒക്കെ വേദനിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന, ശരിക്കു പറഞ്ഞാൽ മരവിപ്പിക്കുന്ന വിധത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രൂരകൃത്യങ്ങളെ പറ്റിയുള്ള വാർത്തകൾ നിറയുകയാണ്. അച്ഛനെന്നോ അമ്മയെന്നോ പെങ്ങളെന്നോ സഹോദരനെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ലാതെ, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ മൃഗത്തിനേക്കാൾ മോശമായ രീതിയിലേക്ക് അധപ്പതിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക്, പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക്, സമൂഹത്തിന് ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആരും അതിൽ നിന്ന് മാറി നിൽക്കരുത്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ വിപത്തിനെ നമ്മളിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത്. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടാവുകയില്ല, പക്ഷേ നാളെ ഇത് നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവരുടെ മക്കൾ നാളെ നിങ്ങളുടെ മക്കളായി തീരുന്ന, നിങ്ങളുടെ മക്കളിലേക്ക് ഇത് വന്നെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇതിനെതിരെ നാം നമ്മളെക്കൊണ്ടാകുന്നത് ചെയ്തേ പറ്റൂ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ, അത് ഉള്ളിലുള്ള ആ നീറ്റലിന് ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ്. എന്തെങ്കിലും വിധത്തിൽ ഇതെവിടെയെങ്കിലും ഉപകരിക്കുന്നുവെങ്കിൽ, ഒരു ചെറു വിരൽ അനക്കമെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇത് പറയുമ്പോൾ പ്രധാനമായും ഒരു കാര്യം പറയുന്നത്, നമ്മളുടെ മക്കളോട് നോ പറയാൻ പഠിക്കണം. രക്ഷിതാക്കൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം, നോ പറയാൻ നമ്മൾ പഠിക്കണം. നോ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് തലത്തിൽ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കണം. അതിന് നമ്മൾ നോ പറയാൻ പഠിച്ചേ പറ്റുകയുള്ളൂ. ഇത് പറയുമ്പോൾ ഇന്ന് വൈകുന്നേരം കേട്ട വേദനാജനകമായ ഒരു വാർത്ത, സിനിമ കാണാൻ പോകണ്ട എന്ന് രക്ഷിതാക്കൾ പറഞ്ഞതിന് 9 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് ഒരു നോ കേട്ടപ്പോൾ എത്തിച്ചേർന്നു എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം ചെറുപ്പത്തിലെ അവനോട് നോ പറയേണ്ട പല സ്ഥലങ്ങളിലും നോ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. നമ്മൾ ഈ നോ എന്ന് പറയുന്നത് ഒരെതിർപ്പ് അല്ല എന്നും, അവനെ സംബന്ധിച്ച് അത് യെസ് ആണ് എന്നും അവനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ എന്താണ്, നമ്മുടെ സാഹചര്യം എന്താണ്, ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന അവസ്ഥ, അതിൻ്റെ സാഹചര്യങ്ങൾ നമ്മുടെ മക്കളെ കൂടി ബോധ്യപ്പെടുത്താൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ നമ്മളത് ബോധപൂർവം അവരിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് എല്ലാ നൊമ്പരങ്ങളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ രക്ഷിതാക്കളുടേത് മാത്രമാക്കി, ഞങ്ങളുടെ മക്കൾ ഒരു കാരണവശാലും വേദനിക്കരുത്, പ്രയാസപ്പെടരുത്, ദുരിതവും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒന്നും അറിയരുത് എന്ന് കരുതി നാം എടുക്കുന്ന ആ ഒരു അപകടകരമായിട്ടുള്ള ചിന്താഗതി ആണ് ഇതിനൊരു കാരണമെന്ന് പറയാതെ വയ്യ. ഇത് പറയുമ്പോൾ
ഒരു കാര്യം, ഒരു വലിയ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ വലിയമ്മ, ശരിക്ക് അമ്മ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, എൻ്റെ വലിയമ്മ പല പ്രാവശ്യങ്ങളായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ നാട് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് കുളത്തുവയൽ എന്ന് പറയുന്ന ഒരു കൊച്ചു മലയോര പ്രദേശമാണ്. അവിടുന്ന് 6 കിലോമീറ്റർ അപ്പുറമാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. മലയോര പ്രദേശത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രം, ചെറിയ ഒരു അങ്ങാടി ഉള്ളത് ഈ പേരാമ്പ്രയിലാണ്. ചുറ്റുവട്ടത്തു നിന്നുള്ള ആളുകളെല്ലാം സാധനങ്ങൾ വാങ്ങിക്കുന്നതിനൊക്കെ ഈ പേരാമ്പ്ര അങ്ങാടിയെയാണ്, അവിടെയാണ് ചെറിയ സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. അങ്ങനെ എൻ്റെ വലിയച്ഛനും വലിയമ്മയും ഈ 6 കിലോമീറ്റർ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ 6 കിലോമീറ്റർ നടന്ന്, അന്ന് ബസ്സിലൊക്കെ കയറൽ വളരെ അപൂർവമാണ്, ബസ്സും അപൂർവമാണ്, നടന്ന് ഈ പേരാമ്പ്ര അങ്ങാടിയിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അത് തലച്ചുമടായിട്ട് തിരിച്ച് നടന്ന് വീട്ടിൽ എത്തിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത്, അന്ന് ഈ പേരാമ്പ്ര പട്ടണമെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല, അങ്ങാടിയിൽ അമ്മാവൻ, എൻ്റെ അമ്മയുടെ ആങ്ങള ടൈപ്പ് റൈറ്റും ഷോർട്ട് ഹാൻഡും അത് പഠിക്കുകയാണ്. അങ്ങനെ ഇവർ ഒരു ദിവസം പേരാമ്പ്ര അങ്ങാടിയിൽ പേരാമ്പ്ര ചെന്നപ്പോൾ ഈ അമ്മാവനെ അവിടെ നിന്ന് കാണുകയും, അവിടെ ചെറിയൊരു സ്ഥാപനത്തിൽ പഠിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ വാ നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, വേണ്ട അമ്മയെന്ന്. വിശപ്പില്ലാത്തത് കൊണ്ടോ ചായ കുടിക്കാൻ ഉള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അല്ല, എന്നിട്ടും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, എന്താ, വാ, ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നല്ലോ, ഒരുമിച്ച് ഒരു ചായ കുടിക്കാം. അപ്പോൾ അമ്മാവൻ അതിൽ പറഞ്ഞ ഒരു മറുപടിയാണ് പ്രസക്തമായത്. ഇന്ന് നിങ്ങൾ എനിക്ക് ചായ വാങ്ങിച്ച് തന്നു, നാളെ ഇതേ സമയമാകുമ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ചായ കുടിക്കാൻ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ഇന്ന് എനിക്ക് ചായ വേണ്ട എന്ന്. അങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി നമ്മളോട് നോ പറയുന്ന മക്കളായി നമ്മളുടെ മക്കളെ വളർത്തിയാൽ ഒരു കാരണവശാലും അവർ അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകളിലേക്കോ ലഹരി ഉപയോഗങ്ങളിലേക്കോ മറ്റു വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കോ ഒന്നും പോകില്ല. നമ്മൾ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ സാധ്യതകളെ അവൻ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിക്കൊണ്ട്, വേണ്ട അച്ഛ അല്ലെങ്കിൽ വേണ്ട അമ്മ എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ ബോധപൂർവം നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. മക്കളെ നമ്മളുടെ ജീവിതാവസ്ഥകൾ മനസ്സിലാക്കിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അല്ലെങ്കിൽ എന്തില്ല എന്ന് അവനുകൂടി അറിയുമ്പോൾ അവൻ നമ്മൾ പറയുന്ന നോ കേട്ട് ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോകുന്നതിനേക്കാൾ നമ്മളോട് അവൻ നോ എന്ന് പലതിനും പറയും. അത് അവൻ്റെ യെസ് ആണ്, നമ്മളുടെ ജീവിതത്തിൻ്റെ യെസ് ആണ്. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.